ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ്. ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഇനി ഈ മൂലക്ഷേത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുവാൻ വേണ്ടി ഉള്ള ടൂൾസാണ്. അപ്പോൾ അതിലെ മൂലക്ഷേത്രം ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ടെന്നാണ് നമ്മൾ ഈ നിയമം അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പം മേടമാണ് കുജൻ്റെ മൂലക്ഷേത്രം. ഇടവം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ മൂലക്ഷേത്രമാണ്. രവി എന്ന് പറയുന്നത് ചിങ്ങമാണ് രവിയുടെ മൂലക്ഷേത്രം. ബുധൻ കന്നിയാണ് ബുധൻ്റെ മൂലക്ഷേത്രം. ശുക്രൻ്റെ തുലാമാണ് ശുക്രൻ്റെ മൂലക്ഷേത്രം. ധനു വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രം. കുംഭമാണ് ശനിയുടെ മൂലക്ഷേത്രം. ഇങ്ങനെയാണ് നമ്മുടെ മൂലക്ഷേത്രങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഈ മൂലക്ഷേത്രങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മൾ ജാതക പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ആ പൊസിഷൻ മനസ്സിലാക്കിയാണ് നമ്മളിതെല്ലാം പ്രവചിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മളതിൻ്റെ ടൂൾസായിട്ടാണ് നമ്മളിതിനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ സ്വക്ഷേത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൂലക്ഷേത്രം. പിന്നെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഉച്ചക്ഷേത്രമാണ്. ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളിലെ ഒരു 4 ഘടകങ്ങളായിട്ട് ഇപ്പം നമ്മൾ വിഭജിച്ചതിൽ ഫസ്റ്റ് നമ്മൾ സ്വക്ഷേത്രം പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ മൂലക്ഷേത്രം, അത് കഴിഞ്ഞാൽ ഉച്ചക്ഷേത്രം, അത് കഴിഞ്ഞ് നീചക്ഷേത്രം. ഇങ്ങനെ 4 അവസ്ഥയാണ് നമ്മളിപ്പം പഠിക്കുന്നത്. അതിൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മീനമാണ് ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. രവിയുടെ ഉച്ചക്ഷേത്രം, അതായത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മേടമാണ്. പിന്നെ ചന്ദ്രൻ്റെ ഇടവമാണ് ഉച്ചക്ഷേത്രം. അതുപോലെ വ്യാഴത്തിൻ്റെത് കർക്കിടകം രാശിയിലാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത്. ബുധൻ്റെത് കന്നിയിലാണ്. ശനി ഉച്ചൻ എന്ന് പറയുന്നത് തുലാത്തിലാണ്, തുലാം രാശിയിൽ. അതുപോലെ തന്നെ കുജൻ്റെത് മകരത്തിലാണ് ഉച്ചരാശി. ഇങ്ങനെയാണ് നമ്മൾ ഉച്ചരാശിയിലെ നമ്മൾ ഘടന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഉച്ചരാശി. ഇനി അടുത്ത നീചരാശിയുണ്ട്. നീചരാശി എന്ന് പറയുന്നത് മീനമെന്ന് പറയുന്ന ബുധൻ്റെ നീചസ്ഥാനമാണ് നീചരാശി. ശനിയുടെ നീചരാശി എന്ന് പറയുന്നത് മേടമാണ്. കുജൻ്റെത് കർക്കിടകം, ശുക്രൻ്റെത് കന്നി. അതുപോലെ തന്നെ സൂര്യൻ്റെത് തുലാം, ചന്ദ്രൻ്റെത് വൃശ്ചികം. ബുധൻ്റെ നീച അവസ്ഥയെന്ന് പറയുന്നത് ധനുവിലാണ്. ബുധൻ നീചത്തിലായിരിക്കുക. അതുപോലെ വ്യാഴത്തിൻ്റെ നീചം എന്ന് പറയുന്നത് കുംഭത്തിലാണ്. ഇങ്ങനെ സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ഇങ്ങനെ 4 അവസ്ഥയാണ് നമ്മുടെ ഇതിൽ ഒരു ടൂളായിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും ഒക്കെ നമ്മൾ ഒരു ജാതകം പരിശോധിക്കാൻ നേരത്ത് നമ്മൾ അതിലേക്ക് എടുത്തു വെക്കുമ്പോഴേ ഈ ഗ്രഹനിലയിൽ കാണുന്ന ഈ രാശി ഏത് രാശിയാണോ അല്ലെ ഏത് ഗ്രഹമാണോ അവിടെ നിൽക്കുന്നതിന് അതിനെ നീചമാണോ ഉച്ചമാണോ സ്വക്ഷേത്രമാണോ എന്നൊക്കെ പരിശോധിച്ച് നമ്മൾ തുടർന്നുള്ള നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 4 അവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ്. അതായത് ഈ 4 അവസ്ഥ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കുക. അപ്പം സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവും ഇതാണ് 4 അവസ്ഥ. ഈ 4 അവസ്ഥ നമുക്കെപ്പോഴും പ്രയോജനപ്പെടുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത് ഇനി ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്. അതൊക്കെ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു ലളിതമായ രീതിയിൽ നമ്മൾ ഓരോന്നും ലളിതമായിട്ട് മനസ്സിലാക്കിയാൽ അത് സ്വായത്തമാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ബേസ് മനസ്സിലാക്കിയാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് തന്നെ കാര്യങ്ങളിലേക്ക് ഓരോന്നായിട്ട് ചെയ്യാനുള്ള ഒരിത് നമുക്ക് വരും. അപ്പോൾ അത് നമുക്ക് വരുത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് പറഞ്ഞില്ലേ, നമ്മുടെ ഈ ശാസ്ത്രമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കൊണ്ട് ആരോപിച്ചിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ അതിൻ്റെ നോളജ് എടുക്കുകയാണ്. ആ നോളജിൽ കൂടി നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ്. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മളതിന് ഒത്തിരി എക്സാമ്പിളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ച് വരുന്ന ഒത്തിരി അനുഭവങ്ങൾ അനുഭവം നിരത്തി വെച്ച് നമുക്ക് പറയാനുള്ളത് ഒത്തിരിയുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഈ നായകളുടെയും പൂച്ചകളെയൊക്കെ വളർത്തുമല്ലോ. അവരെയൊക്കെ സംബന്ധിച്ചുള്ള നോക്കിക്കോ, അവർക്കൊക്കെ നമ്മൾക്കില്ലാത്തതായിട്ടുള്ള അധികമായിട്ടുള്ളൊരു കഴിവ് അവരിലുണ്ട്. അത് നമ്മളെന്ത് ചെയ്യുന്നു, ഇവരെ കൊണ്ട് ആ കഴിവ് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ പ്രയോജനപ്പെടുത്തി എടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു പട്ടി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഏതൊരാൾ നമ്മുടെ വീട് കാത്ത് സൂക്ഷിക്കുന്നത് പോലെ മറ്റൊരാൾ കാത്തു സൂക്ഷിക്കുന്നതിലും കൂടുതൽ അത് കാത്തു സൂക്ഷിക്കും. കാരണം എന്നാ, അതിന് ചെറിയ ഒരു സൗണ്ട് കേട്ടാൽ ആ കർണപടത്തിലേക്ക് ആ ഒരു സൗണ്ട് പെട്ടെന്ന് എത്താനുള്ള ഒരു പ്രവണതയുള്ള അല്ലെങ്കിൽ പവറുള്ള ഒരാളാണ് ആ നായ. അതുകൊണ്ട് ഒരാൾ വരുമ്പോഴേ ആ സൗണ്ട് കേൾക്കുമ്പോഴേ അതിന് മനസ്സിലാവും. അതുടനെ തന്നെ വീട്ടിലുള്ളവരെ വിളിച്ച് വിവരം അറിയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ പൂച്ചയെ നോക്കിയാൽ അതിന് ഭയങ്കര കാഴ്ചശക്തി കൂടുതലായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് കണ്ടെടുക്കാനും അല്ല കാഴ്ചയിൽ കൂടെ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഇതുപോലെ ഓരോ ടൂള് തന്നെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമുക്കത് അതിൽ കൂടി അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ നോളജ് നമ്മുടെ സ്വന്തമാക്കി മാറ്റുകയാണ്. ഇതുപോലെ ഓരോരോ അവസ്ഥ ഓരോന്ന് നമ്മൾ ആരോപിക്കുകയാണ്. കാരണം ഇന്ന ജീവികൾക്ക് ഇന്ന സ്വഭാവങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. നമ്മൾ പല കേസുകളും കണ്ടില്ലേ തെളിയിക്കുന്നത്. നമ്മൾ നായയെ കൊണ്ട് പോയിട്ട് തെളിയിക്കുക. കാരണം എന്നാ, അവർക്കതിനുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്ത് അവരെ പ്രാപ്തരാക്കി എടുത്ത് മനുഷ്യന് പറ്റാത്തത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് മനുഷ്യൻ കണ്ടെത്തി അവനതിൻ്റെ സ്ഥാനത്ത് എത്തുകയാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ എന്താണോ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയാണോ നമ്മൾ അബ്സർവ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജ്യോതിഷത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാം പ്രകൃതിയിലെ ഈ 5 എലിമെൻസിലുള്ളതിനെ നമ്മൾ മനസ്സിലാക്കി വളരെ വിപുലമായിട്ട് വലിയ മഹാശാസ്ത്രമായിട്ട് മനസ്സിലാക്കി അതിനെ വിപുലമായ രീതിയിൽ ഓരോന്ന് തലത്തിലേക്ക് എത്തിച്ച് അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചെടുക്കുക എന്നുള്ളത്. അതാണ് ഇങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കുക. അപ്പം വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നമുക്കത് തിരുത്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഈ മാർഗം നമ്മൾ തുടർന്ന് ഉള്ള ഇതിൽ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം നമ്മൾ ഗ്രഹദൃഷ്ടിയെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഗ്രഹദൃഷ്ടിയെക്കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതുപോലെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്ത ദിവസം തന്നെ നമ്മൾ അടുത്ത സബ്ജക്റ്റുമായിട്ട് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.